എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സൈക്കോളജിയിൽ 20 ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂ. 20-ൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കൂ കേട്ടോ. പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 61-ൽ നിന്നാണ്. 61-ാമത്തെ ചോദ്യം നോക്കൂ. വിവിധ വികാസഘട്ടങ്ങളിൽ സംഘബന്ധങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന കാലപരിമിതി ഏതാണ്? ഗ്യാങ് ഏജ് അല്ലെങ്കിൽ സംഘബന്ധങ്ങളുടെ കാലം എന്ന് വിളിക്കുന്നത് ഏതാണ്? അതെ, ഓപ്ഷൻ ബി ആണ്. 6 മുതൽ 12 വയസ്സ് വരെയാണ് നമ്മൾ സംഘബന്ധങ്ങളുടെ കാലം അല്ലെങ്കിൽ ഗ്യാങ് ഏജ് എന്ന് പറയുന്നത്. 6 മുതൽ 12 വയസ്സ് വരെ. ഓക്കെ, ഇനി 62-ാമത്തെ ചോദ്യം. നല്ലേപ്പിള്ളി ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപികയായ ഷബ്ന 4-ാം ക്ലാസ്സിൽ അച്ഛൻ എന്ന വാക്ക് കൊടുത്തിട്ട് കുട്ടികളോട് ഇഷ്ടമുള്ളത് എഴുതാൻ പറഞ്ഞു. അതായത് അച്ഛൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തും എഴുതാം. ഓക്കെ, അപ്പോൾ കുറച്ച് കുട്ടികൾ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? നന്മ, ഇഷ്ടം, അമ്മ എന്നൊക്കെയും മറ്റു ചിലർ മൃഗം, ഭ്രാന്തൻ, കരിമ്പൂച്ച എന്നൊക്കെയും എഴുതി. ആദ്യത്തെ പ്രതികരണങ്ങൾ അച്ഛനുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങളും രണ്ടാമത്തേത് അച്ഛനുമായി ബന്ധപ്പെട്ട കൈപ്പേറിയ അനുഭവങ്ങളുമാണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. അധ്യാപികയുടെ ഈ ഒരു പരീക്ഷണം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ കുട്ടികൾക്കൊരു ഇത് കൊടുത്തതാണ് അല്ലേ, അച്ഛനെക്കുറിച്ച് എന്തോ എഴുതാന്നുള്ള രീതിയിൽ. അപ്പോൾ 2 വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നപ്പം ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് കുട്ടികൾക്ക് എന്ത് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ടീച്ചർക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, ആ പരീക്ഷണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യക്തിത്വ മാപനമാണ് അല്ലേ, ഓപ്ഷൻ സി വ്യക്തിത്വ മാപനം. ഓക്കെ, അടുത്തത് 63. ബാക്കിയൊക്കെ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. സോഷ്യോമെട്രി അറിയാലോ, സോഷ്യോമെട്രി JL മൊറീനോൻ്റെ. ബുദ്ധിമാപനം അറിയാലോ. ഓക്കെ, പിന്നെ എന്താ ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ചും അറിയുന്നില്ലേ? എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് പറയേണ്ടതുണ്ടോ? ബുദ്ധിമാപനം ആരാണ്? ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ് അല്ലേ, ആൽഫ്രഡ് ബിനെയാണ്. സോഷ്യോമെട്രി ഞാൻ പറഞ്ഞു, മൊറീനോ ആണ്, JL മൊറീനോ ആണ്. പിന്നെ ക്രിയാഗവേഷണം ആരതാണ്? സ്റ്റീഫൻ കോറിൻ്റെ ആണ് അല്ലേ. അപ്പം ബുദ്ധിമാനമാണെങ്കിലോ, ബുദ്ധിമാനം IQ എന്ന് നമ്മൾ പറയുന്നില്ലേ, ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താ? വില്യം സ്റ്റേൺ ആണ് കേട്ടോ. വില്യം സ്റ്റേൺ ആണ്. ഇത്തരം ആളുകളുടെ പേരുകളൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായ ജോഡികളാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ വില്യം വൂണ്ട്, വില്യം ജെയിംസ് ഇതൊക്കെ പഠിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചു വയ്ക്കാം. ധർമ്മവാദം വില്യം ജെയിംസ് ശരിയാണ്. ഘടനാവാദം വില്യം വൂണ്ട് ശരി. ഹോമിക് മനഃശാസ്ത്രം മാക്ഡ്യൂഗൽ ശരി. ക്ഷേത്ര സിദ്ധാന്തം തോണ്ടൈക്ക് തെറ്റാണ്. ക്ഷേത്ര സിദ്ധാന്തം ആരതാണ്? കർട്ട് ലെവിൻ്റെ ആണ് അല്ലേ. കർട്ട് ലെവിൻ്റെ ആണ് ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 ശരി, 2 ശരി, 3 ശരി. എവിടെ ഓപ്ഷൻ? 1ഉം 2ഉം 1ഉം 2ഉം 3ഉം ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ എത്രാമത്തെ ചോദ്യമായിരുന്നു? 63. ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. ഓക്കെ, 64-ാമത്തെ ചോദ്യം. രമോണി കാജോൾ, മക്കോണൽ, ഹൈഡൻ, ഫ്ലെക്സിനർ എന്നിവർ ഈ സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കളാണ്. ഏത് സമീപനത്തിൻ്റെ ആണ്? ഓപ്ഷൻ കാണാമല്ലോ. ഓക്കെ, ഏത് സമീപനത്തിൻ്റെ ആണ് മുകളിൽ പറഞ്ഞ ഇവരൊക്കെ? ന്യൂറോബയോളജിക്കൽ സമീപനമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ന്യൂറോബയോളജിക്കൽ സമീപനം. ഓക്കെ, 65-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ശരിയും തെറ്റും വിലയിരുത്തുക. അപ്പോൾ ഓരോ പ്രസ്താവനയും കൃത്യമായിട്ട് വായിച്ചു നോക്കൂ, എന്നിട്ട് ഓപ്ഷൻ കാണിക്കാം. 1-ാമത്തെ പ്രസ്താവന. ഓർമ്മയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ സ്ഥലങ്ങളും ഓർമ്മിക്കാനുള്ള പുതിയ ഇനങ്ങളും തമ്മിൽ ദൃശ്യബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന എൻകോഡിംഗ് തന്ത്രമാണ് മെത്തേഡ് ഓഫ് ലോക്കി എന്നാണ് പറയുന്നത്. 2-ാമത്തതോ, ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന തന്ത്രമാണ് അക്രോണിംസ് എന്ന് പറയുന്നു. പ്രസ്താവന 3. ഒരു വാക്യത്തിലൂടെ നിരവധി കാര്യങ്ങൾ നിശ്ചിത ക്രമത്തിൽ ഓർത്തുവെക്കാനുള്ള തന്ത്രമാണ് എക്രോസ്റ്റിക്സ്. ഓക്കെ,
ഈ 3 പ്രസ്താവനകൾ വായിച്ചല്ലോ. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് അറിയാവോ? 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. എത്രാമത്തെ ചോദ്യമായിരുന്നു? 65. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ആ 3 വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കൂ. 3 ശരിയാണ് കൊടുത്തത്. 66-ാമത്തെ ചോദ്യം, കഴിവുകൾ, സാഹചര്യങ്ങൾ, താൽപ്പര്യങ്ങൾ, പരിമിതികൾ എന്നിവയുടെ പേരിൽ വേർതിരിക്കപ്പെടാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും വീടിന് തൊട്ടടുത്ത വിദ്യാലയത്തിൽ അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകുന്ന ലളിതമായ സമ്പ്രദായം ഏതാണ്? സംയോജിത വിദ്യാഭ്യാസമാണോ, സങ്കലിത വിദ്യാഭ്യാസമാണോ, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്നാണോ? ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക ഈ സംയോജിത വിദ്യാഭ്യാസം, അതായത് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആണോ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കേട്ടോ, സംയോജിത വിദ്യാഭ്യാസമാണോ സങ്കലിത വിദ്യാഭ്യാസമാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സങ്കലിതം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവാണ്. അപ്പോൾ ഇംഗ്ലീഷും കൂടി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒഴിവായിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ വരുന്നത് സങ്കലിത വിദ്യാഭ്യാസമാണ് കേട്ടോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. 67, ചുവടെ തന്നിരിക്കുന്നവയിൽ വികാസ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കൂടുതൽ പ്രസ്താവന ടൈപ്പുകളുണ്ട്. പ്രസ്താവന ടൈപ്പ് ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് അല്ലേ? ഓക്കെ, അപ്പം വികാസ തത്വങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചാലും നമുക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ഓപ്ഷനിൽ നമ്മൾ തെറ്റിക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. വികാസം ക്രമാനുഗതമാണ്, ശരിയാണ്. വികാസഗതി വിശേഷ പ്രതികരണങ്ങളിൽ നിന്ന് സാമാന്യ പ്രതികരണങ്ങളിലേക്ക് എന്ന ക്രമത്തിലായിരിക്കും. വായിക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് വിചാരിക്കും, പക്ഷെ തെറ്റാണ്. വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്കല്ല, സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണ്. ഓക്കെ, ഇനി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വികാസം ഒരുപോലെയാണെന്ന് പറഞ്ഞാലും തെറ്റാണ്. അപ്പം നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളായിരുന്നു. അപ്പോൾ 1ഉം 2ഉം അല്ലേ ശരിയായിട്ടുള്ളത്? 1ഉം 2 ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 67 അല്ലേ ക്വസ്റ്റ്യൻ? 67 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി 68-ാമത്തെ ചോദ്യം, കാലിക്കാക്ക് എന്ന പട്ടാളക്കാരൻ 2 യുവതികളെ വിവാഹം കഴിച്ചു. ഒരു കഥ തന്നെയാണ്. നമ്മുടെ എക്സാമിന് ഇങ്ങനെ കഥ വായിക്കേണ്ട ഒരു ഗതികേട് അല്ലേ? മനോവൈകല്യമുള്ള ആദ്യ ഭാര്യയിൽ ജനിച്ച കുട്ടികളുടെ പരമ്പരയിൽ ഉണ്ടായിരുന്ന 480 പേരിൽ 48 പേർ മാത്രമേ സാധാരണ നിലവാരത്തിലുള്ള മാനസികാരോഗ്യം പുലർത്തിയുള്ളൂ ആദ്യത്തെ ഭാര്യയിൽ. ഓക്കെ, മനോവൈകല്യമുള്ള ഭാര്യയാണ് ആദ്യ ഭാര്യ. അതുകൊണ്ടായിരിക്കും പാവ 2ാമത് കല്യാണം കഴിച്ചത്, ആർക്കറിയാം. എന്നാൽ നല്ല മാനസികാരോഗ്യമുള്ള 2ാം ഭാര്യ, ഓക്കെ, ജനിച്ച കുട്ടികളുടെ പരമ്പരയിൽ 5 പേരൊഴിച്ച് എല്ലാവരും സാധാരണ മനോനില പുലർത്തി. H.H. ഗൊദാർദിൻ്റെ ഈ പഠനം വ്യക്തമാക്കുന്നത് എന്താണ്? അപ്പോൾ കഥ നിങ്ങൾ സൗകര്യം പോലെ വേണേൽ പോസ് ചെയ്ത് വായിക്കൂ. നമ്മുടെ ഓപ്ഷൻസ് ഇതാ. ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ പാരമ്പര്യത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് വ്യക്തി വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം പാരമ്പര്യമാണ് എന്ന് പറയാം. എ ആണ് 68-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരി. 69, ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയെ ക്രമപ്പെടുത്തി എഴുതുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പഠന പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഓർഡറിൽ പഠിക്കാനുണ്ടല്ലോ, അത് ക്രമപ്പെടുത്താനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ഓക്കെ, വീഡിയോ പോസായി പോയിട്ടുണ്ടായിരുന്നു, സോറി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഇതിൻ്റെ ഒരു ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് വരിക? നമുക്കറിയാം, മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണ. അതെവിടെ? ഓപ്ഷൻ സിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ 69-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. അത് പഠിച്ചു വെക്കണേ. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയ. ഓക്കെ, 70-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിളംബിത ചാലക വികാസവുമായി ബന്ധം ഇല്ലാത്തത് ഏത്? ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അതുമായി ബന്ധം ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിലൊരാൾ ഒറ്റപ്പെട്ടിരിക്കും, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. കളികൾ അതിൽ പെടുന്നില്ല. അപ്പം 70 ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, 71-ാമത്തെ ചോദ്യം, വീണ്ടും ഇതാ ഒരു കഥ. പുതുഗ്രാമം പ്രൈമറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ മഞ്ജുവിനെ 4ാം ക്ലാസ്സിലെ കുട്ടിയായ മദീനയ്ക്ക് പേടിയാണ്. ടീച്ചർ കുട്ടികളെ കാരണമില്ലാതെ വഴക്കു പറയുന്നു. ക്രമേണ മദീനയ്ക്ക് ഇംഗ്ലീഷ് എന്ന വിഷയത്തോട് മാത്രമല്ല സ്കൂളിനോടും വെറുപ്പ് തോന്നുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന മനഃശാസ്ത്ര തത്വം എന്താണ്?
നമ്മളിങ്ങനെ ഓരോരുത്തരുടെ മനഃശാസ്ത്ര തത്വവും അതിലെ പരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ പഠിച്ചു പോവും. പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ചിലപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സിമ്പിളാണ് സംഭവം. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇതാ. ഏതാണ്? പാവ്ലോവിൻ്റെ അനുബന്ധന സിദ്ധാന്തമാണ് ശരിയായ ഉത്തരം. പാവ്ലോവിൻ്റെ പട്ടി പരീക്ഷണം, അനുബന്ധം, ചോദകം അതൊക്കെ അറിയണ്ടാവും. പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് പാവ്ലോവിൻ്റെ അനുബന്ധന സിദ്ധാന്തമാണ് വരുന്നത്. 72 പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഈ പ്രസ്താവനകളെ വിലയിരുത്തുക. പ്രസ്താവന 1, രക്ഷിതാവ് കുട്ടിയുടെ മേൽ കൂടുതൽ ഭാരം കെട്ടിവെക്കുകയും കുട്ടിയോട് അനുകൂലമായി പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന രക്ഷാകർതൃത്വമാണ് സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം, അതായത് ഒതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് വായിച്ചു നോക്കൂ. രണ്ടാമത്തത്, കുട്ടിയുടെ മേൽ അതീവ കാർക്കശ്യം കാണിക്കാതെയും എന്നാൽ അളവിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം നൽകാതെയും മധ്യ നിലപാട് സ്വീകരിക്കുന്ന പാരന്റിംഗ് രീതിയാണ് ജനാധിപത്യ രക്ഷാകർതൃത്വം, അതായത് ഡെമോക്രാറ്റിക് പാരന്റിംഗ് എന്ന് പറയുന്നത്. പ്രസ്താവന 3, കുട്ടിയെക്കുറിച്ച് ഏതെങ്കിലും രൂപത്തിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയോ അവരുമായി പറയത്തക്ക ആശയവിനിമയം നടത്തുകയോ ചെയ്യാത്ത പാരന്റിംഗ് രീതിയാണ് നിസ്സംഗ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്. ഇതിൽ പ്രസ്താവന 3 ശരിയാണോ തെറ്റാണോ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാണ് പറയേണ്ടത്. ഏതാണ്? 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, 3 പ്രസ്താവനകളും ശരിയായിരുന്നു. 73, താഴെ പറയുന്നവയിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അറിയാലോ, അതിൽ പെടാത്തത് ഏതെല്ലാം? പെടാത്തതാണ് വേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. ശാരീരിക ആവശ്യങ്ങൾ ശരി, പിന്നെയോ മാനസിക ആവശ്യമുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, അതിൽ സുരക്ഷിതത്വം കണ്ടിട്ടുണ്ട്, സാമ്പത്തിക ആവശ്യങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പെടാത്തതായിരുന്നു വേണ്ടത്. 2ഉം 4ഉം എവിടെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ 73 അല്ലേ? 73 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, 74ാമത്തെ ചോദ്യം, അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുന്നു. ബോധപൂർവമായ പഠനത്തിൽ എന്നതിനേക്കാളേറെ തുടർച്ചയായ സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേരുന്ന പ്രക്രിയയെ പറയുന്ന പേര് എന്താണ്? ഏതാണ്? മാനസികമായ വൃതിവ്യാപനം, സൈക്കോ ഓസ്മോസിസ് എന്ന് പറയും. മാനസികമായ വൃതിവ്യാപനം. ഓക്കെ, 75ാമത്തെ ചോദ്യം എളുപ്പമാണ്. ബുദ്ധിക്ക് ദ്രവബുദ്ധി, ഖരബുദ്ധി എന്ന് 2 സുപ്രധാന ഘടകങ്ങൾ ഉണ്ട് എന്ന വാദം മുന്നോട്ട് വെച്ച മനഃശാസ്ത്ര ചിന്തകൻ ആരാണ്? അപ്പം ബുദ്ധിക്ക് ദ്രവബുദ്ധി, ഖരബുദ്ധിന് 2 സുപ്രധാന ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? റെയ്മണ്ട് കാറ്റലാണ് അല്ലേ? ഓപ്ഷൻ ബി റെയ്മണ്ട് കാറ്റലാണ് ആൻസർ. ഓക്കെ, 76ാമത്തെ ചോദ്യം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിനി മോഹൻലാൽ എൻ്റെ അമ്മയുടെ അടുത്ത ബന്ധുവാണെന്ന് ക്ലാസ്സിൽ പറയാറുണ്ട്. ഒന്നുകൂടി വായിക്കൂ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിനി. ഓക്കെ, എന്താ പറയുന്നത്? മോഹൻലാൽ സിനിമാ നടൻ എൻ്റെ അമ്മയുടെ അടുത്ത ബന്ധുവാണെന്ന് ക്ലാസ്സിൽ പറയുന്നു. ചില സന്ദർഭങ്ങളിൽ മറ്റ് പല സിനിമാ നടന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചും പറയാറുണ്ട്. ഞാൻ പഠിക്കുമ്പോഴുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ട്. ഇപ്രകാരം ഉന്നത വ്യക്തികളുമായി അടുപ്പം അവകാശപ്പെടുന്ന ലിനിയിൽ കാണാൻ കഴിയുന്ന സമായോജന ക്രിയാതന്ത്രം ഏതാണ്? ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഏതാണ്? താദാത്മീകരണമാണ് അല്ലേ? താദാത്മീകരണമാണ്. ഓരോ സമായോജന തന്ത്രങ്ങളും നമ്മൾ എടുത്തെടുത്ത് എക്സാമ്പിൾ അടക്കം നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 77, തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായവ ഏതെല്ലാം? കൃത്യമായി വായിച്ചു നോക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഏതായിരിക്കും വരിക? നമുക്ക് നോക്കാം. ഓക്കെ, ബ്രെയിൻ ലിപി സ്പീച്ച് തെറാപ്പിയാണോ? അല്ലല്ലോ. പഠന വൈകല്യം ഡിസ്ഗ്രാഫിയ ശരി. സൈക്കോജനിക് മ്യൂട്ടിസം കാഴ്ച വൈകല്യം എന്നാണ് കൊടുത്തത്, തെറ്റാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വിഷാദ രോഗ ചികിത്സ ശരി. നമുക്ക് വേണ്ടത് തെറ്റായതാണോ ശരിയായതാണോ? ശരിയായവയായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ 2ഉം 4ഉം അല്ലേ ശരിയായിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. 2ഉം 4ഉം ശരിയാണ്. 77 ഓപ്ഷൻ ബി ആണ് കേട്ടോ.
78ാമത്തെ ചോദ്യം, ജീവിതത്തിൻ്റെ വസന്തം ജോൺ കീറ്റസ്, ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹാൾ, താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് പറഞ്ഞത് ഹോളിംഗ്വർത്ത്. ഇതൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ എന്തിനെയോ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശേഷണങ്ങൾക്ക് അർഹമായ കാലം ഏതാണ്? ഏതോ ഒരു കാലത്തെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ കടന്നു പോയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഓപ്ഷൻ ബി കൗമാരം ആണ്. കൗമാരം. 79, പിയാഷെ തൻ്റെ വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഏത് പേരിലാണ്? പിയാഷെ. വൈജ്ഞാനിക സിദ്ധാന്തം മാത്രം അറിയണ്ടാവും. ഏതാണ്? ഓപ്ഷൻ എ ജനറ്റിക് എപ്പിസ്റ്റമോളജി ആണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി. 80, ചേരുംപടി ചേർക്കുക. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തിയിട്ടോ. ചേരുംപടി ചേർക്കുക. ഓരോന്ന് തന്നിട്ടുണ്ട്. പ്രരൂപ സമീപനം, സവിശേഷക സമീപനം, മനോവിശ്ലേഷണം, അപഗ്രഥന മനഃശാസ്ത്രം. ഇതിനൊക്കെ ചേരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് കൊടുത്തേ. ഓപ്ഷൻസ് കാണണമെങ്കിൽ വളരെ നീണ്ട ഓപ്ഷൻസ് ആണ്. ഇതാ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കേ. നമുക്ക് ചേരുംപടി ചേർത്ത് നോക്കാം. പ്രരൂപ സമീപനം ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. 1 സി വരുന്നത് ആകെ ഇതാ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് വേഗം മനസ്സിലാവും ഓപ്ഷൻ എ ആണ് ആൻസർ എന്നുള്ളത്. നമുക്ക് ഓരോന്നും ചേരുപടി ചേർക്കാം. 1 സി ആണല്ലോ. 1 സി. 2 സവിശേഷക സമീപനം ആരാണ്? ആൽപോർട്ടാണ് അല്ലേ. ട്രേറ്റ് അപ്രോച്ച് ആൽപോർട്ടാണ്. ഇനി 3ാമത്തത് എവിടെ? മനോവിശ്ലേഷണം. ഫ്രോയിഡാണ്. 3 ഡി ആണ്. ഇതാ ഡി ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തത് അപഗ്രഥന മനഃശാസ്ത്രം ആരതാണ്? കാൾ യുങ്ങിൻ്റെ ആണ്. ഞാൻ വൃത്തിയിലൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓപ്ഷൻ എ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 80 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.